ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തം മാഷിനെ ഇന്ദ്രൻ കാണാൻ വന്നിരിക്കുകയാണല്ലോ. പിന്നീട് മാഷ് പറയുന്നുണ്ട്, എന്ത് ഉപകാരത്തിനും നീ വിളിച്ച അപ്പൊ എന്നെ നീ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇന്ദ്രനെ പിരിച്ചു വിടുന്നുണ്ട് കേട്ടോ. പിന്നീട് മാഷ് ഇങ്ങനെ ലക്ഷ്മിയെ നോക്കുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. നേരെ രഘു പോകുന്നത് സച്ചിയുടെ വീട്ടിലോട്ടാണ്. എന്നാൽ സച്ചിയും സാവിത്രി ആകെ പേടിച്ചു പോവാണ്. ഈശ്വര, രഘുവിന്റെ ആ വരവ് അത് പേടിക്കേണ്ടിയിരിക്കുന്നു. മഞ്ചാരിയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? ഗോകുലാണെങ്കിൽ ഇവിടെയുണ്ട്. ഈ സമയം ഗോകുൽ ഇവിടെ ഇല്ലെന്നും പറയാനും പറ്റില്ല. എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയുന്നു കേട്ടോ. അപ്പോഴേക്കും രഘു അടുത്തോട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ രഘുവിനെ കണ്ടവിടെ തന്നെ സച്ചി ചോദിക്കുക, എന്താ രഘു, വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ട്? വിശേഷിച്ചൊന്നുമില്ല, ഒന്ന് കാണണം തോന്നി, സച്ചി സാറിനോട് ഒരു കാര്യം സംസാരിക്കണം തോന്നി. അത് കേട്ട ഉടനെ മനസ്സിനൊരു ആശ്വാസമാവുകയാണ്. അങ്ങനെ സച്ചി പറയാണ്, വരും മോനെ എന്നും പറഞ്ഞ് രഘുവിനെ അകത്തോട്ട് വിളിച്ചിരിക്കുന്നു. സാവിത്രി, നീ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കൊടുക്ക്. അങ്ങനെ സാവിത്രി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേ സമയം ഗോകുലാണെങ്കിൽ എത്തി നോക്കണം. ഈശ്വര, എന്നെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവുമല്ലോ. എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ രഘു പറയണേ, അതെ, ഞാനിവിടെ ഒരു കാര്യവുമായാണ് വരുന്നത്. അത് കേട്ട ഉടനെ എന്ത് കാര്യമെന്ന് സച്ചി ചോദിക്കാണ്. അതെ, ഞാനിവിടുത്തെ ജോലിയാണല്ലോ ചെയ്തിരുന്നത്. പിന്നീട് എനിക്കിവിടുത്തെ ജോലി വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. നന്ദിയില്ലാത്തവൻ എന്ന് പറയാം. നന്ദിയില്ലാത്ത പണിയാണ് ഞാൻ ചെയ്തത്. അതിന് രഘു, നീ തെറ്റിപ്പോയതൊന്നല്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ. അല്ല, തെറ്റിപ്പോയതല്ലെങ്കിലും തെറ്റിപ്പോയതുപോലെയാണല്ലോ. അന്നത്തെ സാഹചര്യം നിന്റെ അങ്ങനെ ആയിരുന്നല്ലോ, കന്യാശ്ശേരി മലയും കാര്യങ്ങളും. അപ്പോൾ ഉടൻ തന്നെ രഘു പറയണത്, ശരിയാണ്, കന്യാശ്ശേരി മലയിലെ കാര്യസ്ഥനായി ഞാൻ അങ്ങോട്ടേക്ക് പോവാ എന്നൊക്കെ കരുതിയതാണ്. പക്ഷെ പ്രതീക്ഷകൾ തെറ്റിമറിഞ്ഞു. അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇപ്പോ പറയാനില്ല. അപ്പോ മാഷിന്റെ കാര്യം എന്താണ്? അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നമാണ്. അമ്മാവിന്റെ കാര്യം പറയാനില്ല. കന്യാശ്ശേരി മനയിലെ സ്വത്തുക്കൾ കിട്ടണമൊക്കെ എന്നുണ്ടെങ്കിൽ ഇനി കേസും കൂട്ടമൊക്കെ ആയി പോകണം എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ ലക്ഷ്മി, ഈ പറയുന്ന മാഷിന്റെ ഭാര്യക്ക് ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. എന്തൊരു കഷ്ടമാണ്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയാന്. അപ്പോൾ രഘു പറയണേ, എനിക്ക് ഇവിടെ പഴയതുപോലെ ഒരു ജോലി വേണമായിരുന്നു. അയ്യോ രഘു, ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇപ്പോ വേറൊരാളെ കയറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ. അപ്പൊ ആ സമയം രഘു നിരാശയാണ്. എന്നാൽ ഇത് ഗോകുല് കേൾക്കണം. ഈശ്വര, ഇവനെ ഇപ്പൊ എന്റെ കൈക്കുള്ളിൽ കിട്ടുന്നത് എന്റെ ആവശ്യമാണ്. എന്തായാലും രഘുവേട്ടനെ ഒപ്പം നിർത്തണം. ഇനി പ്രശ്നങ്ങൾ ഗുരുതരമാവുകയാണെങ്കിൽ രഘുവേട്ടൻ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ അതൊരു ബലമാണ് എന്നും പറഞ്ഞിട്ട്, അച്ഛ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രഘുവേട്ടനെ നമുക്ക് പറ്റിയൊരു പണി അങ്ങ് കൊടുക്കാം. എന്തെങ്കിലും ഒരു പണി നമുക്ക് ഒപ്പിച്ചു കൂട്ടാം. രഘുവേട്ടനുണ്ടെങ്കിൽ ഒരു പുതിയ ബിസിനസ് തന്നെ തുടങ്ങാൻ എന്താ ഇത്ര വലിയ പ്രശ്നം എന്നൊക്കെ പറയുമ്പോ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് ഗോകുലിനെ. അപ്പോൾ ഉടൻ തന്നെ രഘുവിന് വലിയ പ്രതീക്ഷയായിരിക്കാണ്. അങ്ങനെ രഘുവിന് ചെറിയൊരു വാക്കൊക്കെ കൊടുത്തിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പിന്നീട് രഘു തിരിച്ച് അമ്പിളിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്, അനുപമയുടെ വീട്ടില്. അങ്ങനെ രഘുവിനോട് കാര്യങ്ങളൊക്കെ പറയുമെന്ന് പാർവതി കുഞ്ഞുമ്മയോട് ഞാൻ പറഞ്ഞു. അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്റെ രഘുവേട്ട, തമ്പായി പറയുന്നതിൽ കാര്യമുണ്ട്. അവരൊക്കെ പറയുന്ന കേസുമായി മുന്നോട്ട് പോകണ്ട, നമുക്ക് നല്ലൊരു തുക തരാം എന്നൊക്കെ പറയുന്നത്. എന്റെ അമ്പിളി, നീ എടുത്തു ചാടി ഓരോന്നും ചെയ്യണ്ട. ആ തമ്പായി എന്ന് പറയുന്ന ആൾ തന്നെ ഒരു നിഗൂഢത അയാളിലുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ നമ്മളെ പറ്റിക്കാണ്. അത് ഓരോ ദിവസവും നീ മനസ്സിലാക്കണം എന്റെ രഘുവേട്ട. അങ്ങനെയൊന്നുമില്ല, തമ്പായി ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ പാർവതി കുഞ്ഞമ്മ പറ്റിക്കാണെന്ന് തോന്നുന്നുണ്ട്. എടി, ഇനി ഒരു കാര്യം ചിന്തിക്കുക. അവരുടെ ഭർത്താവും മകനാണ് ഈ സ്വത്തിന് ഇവിടെ തടസ്സം നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കഴിഞ്ഞു. നീ ഒരു കാര്യം ചിന്തിക്കുക. അവർ നിനക്ക് നക്കാപ്പിച്ച പൈസ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട്, എനിക്ക് തരാമെന്ന് പറഞ്ഞു, നല്ലൊരു തുക തരാമെന്ന് പറഞ്ഞു അവരൊക്കെ പിന്തിരിപ്പിച്ചാൽ നീ പിന്തിരിപ്പിക്കാനും ഒന്നിനും പോണ്ട. നിന്റെ അമ്മ ലക്ഷ്മി, അവർക്ക് ആ കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടാനിരിക്കുന്ന ചില്ലറ തുകയല്ല, വമ്പൻ തുകയാണ്. അപ്പൊ നീയൊക്കെ കോടാനി കോടീശ്വരിയാണ്. അത് നീ ചിന്തിക്കണം. അത് തടയാൻ അവർ നിനക്ക് മുന്നിൽ ചെറിയൊരു ഓഫറുകൾ വെക്കാണ്. അതിൽക്കും മേലെയാണ് നിന്റേത്. അതുകൊണ്ട് തന്നെ നീ ഇതിൽ പോണ്ട എന്നാ എനിക്ക് പറയാനുള്ളത്. അത് കേൾക്കുന്ന രഘുട്ടൻ പറയുന്നത് സത്യമാണ്. അതെ, സത്യമാണ് ഞാൻ പറയുന്നത്, അതിലൊരു സത്യം. അപ്പൊ രഘുട്ടത് അല്ല, ഞാൻ തെളിയിക്കാനൊന്നും നിൽക്കുന്നില്ല. കേസിന് പോകുന്നവർ പോയിക്കോട്ടെ, നീ തടയാൻ നിൽക്കണ്ട. എന്തായാലും നീ മിണ്ടാതിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഭാനുമ്മ വരുന്നത്. ഈ സമയം അമ്പിളി ചോദിക്കും, അപ്പം നമ്മുടെ ഇനിയുള്ള സ്ഥിതി എന്ത്, നമ്മുടെ അവസ്ഥ എന്ത് എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്പിളി, ഇനി എന്തായാലും ഈ നാട്ടിൽ തന്നെ എനിക്ക് ചെറിയൊരു ജോലി തീരുമാനത്തിലായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ല ലാസ്റ്റ് തീരുമാനം എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വീടെടുത്ത് മാറണം. അത് കേൾക്കുന്ന ഭാനുമ്മ, എന്തിനാണ് എൻ്റെ മോനെ നീ വേറെ വീട് നോക്കുന്നത്? ഇവിടെ അനുപമയും കുഞ്ഞും ഒറ്റയ്ക്കല്ലേ, ഇവിടെ വന്ന് താമസിച്ചൂടെ? അത് കേട്ടോടെ
തന്നെ രഘു പറയണം, അതെ എനിക്ക് 25 ലക്ഷം രൂപ തരാ എന്നാണ് ഇവിടെ ഇന്ദ്രൻ പറഞ്ഞിരുന്നത്. അനു ഞങ്ങൾക്ക് വാക്ക് തന്ന. പക്ഷേ ഇപ്പൊ അനുവിന് ചെലവിന് 25,000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് 25 ലക്ഷം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്കും അമ്പിളിക്കും സന്തോഷം. ഇവിടെ ഞങ്ങളല്ല അനുപമക്ക് തുണയായി വരേണ്ട ആൾ തന്നെ വരുന്നതിന്റെ സൂചനയാണ് ഇപ്പൊ കാണുന്നത്. 25,000 രൂപ മാസ വരുമാനമായി കിട്ടുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്തായാലും വരേണ്ട ആൾ വരാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തോളാം എന്ന് പറയുന്നത് കേട്ടോ. അത് കേൾക്കുന്ന ഭാനുമൊക്കെ ചെറിയൊരു പുഞ്ചിരിയൊക്കെ ആയി കേട്ടോ. പിന്നീട് അനുപമ കയറി വരുന്ന, അപ്പൊ അനു നീ എങ്ങോട്ടേക്ക് പോയതാ? അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. കാരണം എന്തുവെന്ന് വെച്ചാൽ ഞാനൊരു ജോലി തിരക്കി വന്നതാണ്. അപ്പൊ അത് കേട്ട ഉടനെ എന്തായാലും എനിക്കും കന്യാശ്ശേരി പഞ്ചരത്നത്തിലോട്ട് പോരണമെന്നുണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ വിളിച്ചിരുന്നു. അമ്മ വിളിച്ചിരുന്നോ? അതെ, ഞങ്ങൾക്കൊന്നും വിളിച്ചില്ല. അതിനെങ്ങനെ? അച്ഛനെ നിങ്ങളോട് പിണക്കുണ്ട്. അച്ഛൻ ഇന്ന് വരുമെന്ന് അറിഞ്ഞിട്ടു. നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന്റെ പിണക്കം അച്ഛനുണ്ടെന്ന് അനുഭവം പറയാനിട്ട്. അത് കേൾക്കുന്ന രഘു, ഞാനൊരു ജോലി തിരക്കി വന്നതാണ്. അപ്പൊ ഇവളാണെങ്കിലോ കന്യാശ്ശേരി മനയിലോട്ട് പോകണമെന്നും പറഞ്ഞു. അപ്പൊ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് പോകുന്നെന്നുള്ളൂ. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് തിരിച്ചു പറയാനിട്ട. അല്ല, എന്താ വിശേഷിച്ച് അനുപമ അങ്ങോട്ടേക്ക് വരാൻ? അതൊക്കെ കാര്യമുണ്ട്. അച്ഛൻ നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അമ്പിളിയും രഘു ആകെ ഞെട്ടിപ്പോവാനിട്ടാ. എന്ത് സർപ്രൈസോ? അതെ, സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്താ അനു, നീ ഒന്ന് വ്യക്തമായി പറ എന്ന് അമ്പിളിക്ക് അപ്പോഴേക്കും തിടുക്കമായി. എന്തിനാ ചേച്ചി ഇങ്ങനെ വ്യക്തമാക്കുന്ന? അവിടെ ചെന്ന് കണ്ടാ പോരാ. അത് പറ്റില്ല. എന്തായാലും ഇനി നിന്നാ നേരെ വരും. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ, പോകുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് പറയാമെന്നും പറഞ്ഞിട്ട് അനുഭവം പോകുമ്പോൾ എന്തായിരിക്കും ആ സർപ്രൈസ് എന്നുള്ള ഭാവത്തിൽ രഘു ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പഞ്ചരക്തമാണ് കാണിക്കുന്നത്. ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. അപ്പൊ സരോജിനി പറയുന്നു, ആരാണ് ഇപ്പൊ ഈ വരുന്നത്? അപ്പൊ കാണുന്ന കാഴ്ച രഘു, വിനയൻ, ദയ, ചിരു എന്നിവരൊക്കെയാണ് കേട്ടോ. നിങ്ങളെ ആ മാഷ് വിളിച്ചോ? എന്തായാലും മാഷ് ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ അതിന് പറയാൻ കേട്ടോ. അപ്പൊ അത് കേട്ടോടെ അല്ല എന്താ വിളിച്ചോ എന്ന് ചോദിക്കാം. അല്ല, നിങ്ങളുടെ അമ്മയുടെ 101 പവൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കേൾക്കുന്ന ദയയുടെ മനസ്സിലിരിപ്പ് അങ്ങ് വല്ലാതെ അങ്ങ് കയറിപ്പോവാൻ കേട്ടോ. അപ്പോഴേക്കും രഘുവേട്ടനും അമ്പിളി ചേച്ചി എവിടെയെന്ന് ദയ ചോദിക്കാൻ കേട്ടാ. അത് കേട്ടോടെ തന്നെ അവരിതൊന്നും അറിയില്ല. അവരെ അങ്ങോട്ടേക്ക് പോയി. എന്തായാലും എന്തിനെ അമ്പിളിയുടെ മാനസികാവസ്ഥ വല്ലാത്തത് തന്നെയായിരുന്നു. അവരിപ്പോ ഇനിയിപ്പോ പോയത് എവിടുക്കാന്ന് പറയാനും പറ്റില്ല. മരണം മുന്നിൽ കണ്ടിട്ടാണ് അവർ നടക്കുന്നത്. അവരുടെ എല്ലാം കൈവിട്ടു പോയി എന്ന നിരാശയിലാണ്. അത് കേൾക്കുന്ന ദയ പറയുന്നത്, വെറുതെ ഓരോന്നും പറയാതെ എൻ്റെ സരോജിനി ആൻറ്റി, അവർ മരിക്കുന്നില്ല, അവരുടെ വലിയ ആയുധമാണ് മരണം മുന്നിൽ കണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരെയും അങ്ങ് കൈക്കലാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ അച്ഛനെ എന്ന് പറഞ്ഞിട്ട്. അത് കേട്ടോടനെ എന്തിനാ ദയ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ കാര്യങ്ങളൊന്നും മാഷിനെ അറിയില്ല. രഘു അമ്പിളി ഇന്നലെ ഇവിടെ കിടന്ന് കാട്ടുന്നത് കണ്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയതാണ്. അവരെന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നുള്ളത്. അവർ നല്ലപോലെ ഇങ്ങോട്ടേക്ക് എത്തിയാൽ മതി. അത് കേൾക്കുന്ന ചീരുവിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ദയ പറയണേ, വെറുതെ നോണ പറയാതെ. അപ്പോഴേക്കും അവിടെ വിനയൻ ഇടപെടാനും വിനയൻ പറയണേ, ഒരു പക്ഷേ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഉടൻ തന്നെ അതൊന്നല്ല, ഇവിടെ 101 പവൻ കൊണ്ടുവന്ന് വെക്കാനുള്ള ആ ഒരു പരിപാടിക്ക് അവർ ചെയ്തു കൂട്ടിയതാണ്. അത് കേൾക്കുന്ന സരോജിനി പറയണ, മോളെ ഇങ്ങനെ അറം പറ്റുന്ന വാക്കൊന്നും പറയില്ല. അവർ ഈ പവൻ കൊണ്ടിരുന്ന കാര്യമൊന്നും അവർക്ക് അറിയില്ല. അത് കേട്ട വിനയം പറയണം, അത് ശരിയായിരിക്കും ദയേ, വെറുതെ അവരെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറയട്ടെ. അപ്പോഴാണ് ലക്ഷ്മി കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞ് കരയുണ്ടെന്ന്, ഞാൻ പോട്ടെ. അപ്പൊ കുഞ്ഞിനെ കൊണ്ടുപോകാതെയാണ് പോയതെന്ന് ചിരി ചോദിക്കുന്നത്. ആണ് എന്ന് പറയട്ടോ. പിന്നീട് ഈ സ്വർണ്ണാഭരണ പെട്ടിയുടെ അടുത്തോട്ട് ദയ ചെല്ലാണ്. എന്തായാലും അമ്മയുടെ സ്വർണ്ണം ഇവിടെ ആരും അറിയാതെ രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. ഇപ്പൊ കണ്ടില്ല, ഞാൻ പറഞ്ഞ എന്തായി? അപ്പൊ വിനയം പറയുന്നത് ശരിയാണ്. ഇപ്പൊ ചിരു, ഞാൻ പറഞ്ഞത് എന്തായി? ഇപ്പൊ അതുപോലെ തന്നെ ആയില്ലേ? എന്തായാലും ഇതിൽ സ്വർണ്ണം ഉണ്ടാണാവോ? ആർക്കറിയാം. അച്ഛനാണെങ്കിൽ ഇവിടെ ഇല്ല, എവിടോട്ടാണ് പോയതെന്നും അറിയില്ല. എന്തായാലും ഇതിൽ സ്വർണ്ണം ഉണ്ടാണാവോ എന്നൊക്കെ വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചിരു പറയണേ, കനുണ്ട്, അതുകൊണ്ട് അതോടെ വെച്ചേക്ക്. അത് കേൾക്കുന്ന വിനയം, കനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിൽ വേറെ എന്തെങ്കിലും വെച്ചിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കേൾക്കുന്ന ദയ, ശരിയാണ്. അപ്പോഴേക്കും ചിരു, എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ? അച്ഛനെ അങ്ങനെ ഒരാളാണെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ നമ്മുടെ കാര്യം ആർക്കും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കാര്യത്തിൽ ആർക്കും ഒരു വിലയില്ല. ഇപ്പോഴെന്നെ നോക്കി നോക്കി അച്ഛനൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രഘു ഈ ഒരു സ്വർണ്ണാഭരണ പെട്ടി തുറക്കാനുള്ള ആ ഒരു പരിപാടി ദയ ചെയ്യാൻ കേട്ടോ. ഇതിന്റെ താക്കോൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്, അതൊന്ന് തുറന്നു നോക്കട്ടെ. അപ്പൊ സരോജിനി ആണെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കാനും മോളെ നീ കിടന്നുറങ്ങുക എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ചിരു പറയുന്നുണ്ട്, എന്തിനാ തുറന്നു നോക്കണേ? അപ്പോൾ ഉടൻ തന്നെ വിനയം പറയാം, എന്തപ്പോൾ തുറന്നു നോക്കിയാൽ കുഴപ്പം? ഇതിപ്പോ നമ്മളോട് പറഞ്ഞിട്ടൊന്നല്ലല്ലോ ഈ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ കൊണ്ടുവച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനയനും യേശിനി കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.